Good morning everyone. Welcome back to my YouTube channel. ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് കുളിച്ചൊരുങ്ങിയൊന്നും കോളേജിൽ പോകണ്ട. ബിക്കോസ് ഇന്ന് 17th രാമനവമിയുടെ അവധിയാണ്. അപ്പം നമുക്ക് കോളേജിൽ ക്ലാസ് ഒന്നും ഉണ്ടാവത്തില്ല. ബട്ട് ഐ ഹാവ് ടു ഗോ ടു കോളേജ് കുറച്ച് കഴിഞ്ഞിട്ട്. അതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം എന്താണെങ്കിലും ഈ രാവിലെ ഒന്നും എണീറ്റ് പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ. എന്തുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ചുകൂടാ? ബിക്കോസ് എനിക്ക് തന്നെ ഇരുന്ന് സംസാരിക്കുന്ന ഇഷ്ടമാണ്. ആരും ഇങ്ങോട്ടൊന്നും പറയാനൊന്നുമില്ല. നല്ല സുഖമുള്ള ഏർപ്പാടാണ്. സോ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കോളേജിലൊക്കെ പോയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എണീറ്റുള്ളൂ. ഐ ലുക്ക് ഹോംലെസ്, ഐ നോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞെങ്കിലും ആക്ച്വലി വെയിൽ തട്ടി മുഖത്ത്. അപ്പോഴാണ് ഞാൻ എണീറ്റത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 24/7 കോളേജ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് കോളേജിൽ എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഇന്നലെ ഞാൻ വിചാരിച്ചു ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നപ്പം നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് 10 മണിക്കൊക്കെ ഞാൻ കട്ടിലോട്ട് കിടന്നപ്പോഴാണ് ഐ ഗോട്ട് കോൾ ഫ്രം മൈ ഫ്രണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല, പെട്ടെന്ന് ഓടിപ്പോൾ 10:30 ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഈ 24/7 കോളേജ് ഓപ്പൺ ആണെങ്കിലും 10:30 ആകുമ്പോൾ അതിനകത്ത് കയറണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറലില്ല, ഇറങ്ങൽ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ ക്രൈസ്റ്റ് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ജീവിത പാഠമാണ് പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റും. വളരെ ഡിസിപ്ലിനഡ് ആയിട്ടുള്ള ലൈഫ്, ഡിസിപ്ലിൻഡ് ആയിപ്പോവും നമ്മൾ. അപ്പം ഞാൻ ആക്ച്വലി മറന്നുപോയി പറയാൻ എന്തിനാ കോളേജിൽ പോയതെന്ന് വെച്ചാൽ പ്രേമലു ഫിലിമും 2 തവണ കണ്ടാണ്, 3ാമതാണ് പോയി കാണുന്നത്. ബിക്കോസ് നമ്മുടെ ഫിലിം ക്ലബ്ബ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ സ്ക്രീനിങ് ചെയ്യുന്നത് നൈറ്റ് സ്ക്രീനിങ് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ വിചാരിച്ചത് ആക്ച്വലി ഇന്നാണ് അത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തത്. എൻ്റെ തെറ്റിദ്ധാരണ മൂലം ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി എനിക്ക് കോൾ വന്നു. വിത്തിൻ 5 മിനിറ്റ്സ് ഞാൻ ഒരുങ്ങിപ്പോയി ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ്. ഫിലിമൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ വീട്ടിൽ എത്തിയപ്പോൾ 3:30 ആയി. 3:30 കഴിഞ്ഞിട്ട് വന്നിട്ട് കിടക്കാൻ പറ്റുമോ? ബിഗ് ബോസ് കാണണ്ടേ? പിന്നെ ഞാൻ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങിയപ്പോഴത്തേനും 4:30 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഉറങ്ങുന്നതോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നില്ല. അപ്പോഴത്തേക്ക് വെയിൽ തട്ടി രാവിലെ. വാട്ട് എവർ. പിന്നെ കുറച്ച് കാറ്റൊക്കെ കൊള്ളാന്നപ്പോൾ ഇവിടെ വന്നിരുന്നു. ഭയങ്കര ചൂടുള്ള സമയമാണ്, ഇച്ചിരി വേനൽക്കാറ്റാണ്, എങ്കിലും കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ അജണ്ടയാണ് ഞാൻ പറഞ്ഞുതരാം. പറയുന്നതിലും കൂടുതൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇന്ന് കോളേജിലൊക്കെ പോയിട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ പോസിബിളി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെയുള്ള രസകരമായ വീഡിയോസും എൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾക്ക് കേട്ടിരിക്കാം, ബോറടിക്കത്തില്ല, ഞാൻ ഉറപ്പുവരുന്നു. പിന്നെ നേരത്തെ ഇതുപോലെ കോളേജിലെ കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, പ്ലീസ് ഗോ ആൻഡ് വാച്ച്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, വഴിയെ പറയാമെന്നുള്ള കാര്യം. വൈ ആം ഐ ഗോയിങ് ടു കോളേജ്? ക്ലാസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ പഠിക്കാനാണോ എന്ന് വെച്ചാൽ അല്ല. ബിക്കോസ് മിഡ് സെമസ്റ്റർ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആൻഡ് ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു സ്റ്റഡി. പിന്നെ എന്തിനാ? സോ യു മൈറ്റ് ബി നോയിങ്, നിങ്ങൾ എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഐ ഡു സിങ്. ഐ എം ഇൻ ദ യൂണിവേഴ്സിറ്റി മ്യൂസിക് ടീം ഓൾസോ. അപ്പം സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വാക്കാൽ പറയാൻ ഭയങ്കര ഗംഭീരമാണെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് എടുക്കുക എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ആ എഫേർട്ട് എടുക്കാമെന്ന്. കേട്ട കുറച്ച് ചിരി വരും, പക്ഷേ ആക്ച്വലി ഞാൻ ഡാൻസ് കളിക്കാൻ പോവാണ് ഗെയ്സ്. എന്തിനാണെന്ന് ചോദിച്ചാൽ മുമ്പത്തെ വീഡിയോ കത്തിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സൗണ്ട് കറി ഇൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് എൻ ആനുവൽ ഇവൻറ്റ്, ഇറ്റ്സ് എൻ ആനുവൽ മ്യൂസിക്കൽ ഇവൻറ്റ്. കോളേജിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഇവൻ്റ് ആണ്, എല്ലാ വർഷവും വരുന്ന മാതിരി. ഓൾസോ മാഗ്നിഫിക്കാഡൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ, പോയി കാണാം. അതേപോലെ വൺ ഓഫ് ദ പറഞ്ഞാൽ പറ്റും അത്ര ഗംഭീരമായൊരു ഇവൻ്റാണ്, ആനുവൽ ഇവൻ്റാണ് ഡാൻസ് ഇവൻറ്റ്, നൃത്ത. അപ്പോൾ നൃത്ത ഈ വർഷം, അതായത് 2024 നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലവാസ ക്യാമ്പസിൽ നടക്കുന്നത് ഈ വരുന്ന സാറ്റർഡേ, ഇത് കമ്മിങ് സാറ്റർഡേ 20th ഏപ്രിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ ഡാൻസ് ടീമൊക്കെ തുടങ്ങിയിട്ട് 2-3 മാസം കൊണ്ടാവുന്നു. ഞാൻ കാണുന്നതാണ് ഡെയിലി ഡു പ്രാക്ടീസ് ഭയങ്കര ആത്മാർത്ഥമായിട്ട്. അപ്പം ഐ എം ഇൻ ദ ഫ്രീ സ്റ്റൈൽ ഡാൻസ്. അപ്പോൾ അതിൽ ഞാനും പേര് കൊടുത്തു. ബിക്കോസ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ, ഡാൻസ് ടീമിലൊക്കെ കയറിയിട്ട്. ആസ് ഇൻ 5 വർഷത്തേക്ക് കോഴ്സല്ലേ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ഇൻ ദ നെക്സ്റ്റ് ഇയർ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒബ്വിയസ്ലി ഞാൻ കുറച്ച് അക്കാഡമിക്കലി ഫോക്കസ്ഡ് ആവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ടൈം ഡാൻസ് ചെയ്യാൻ. ഇതിന് മുമ്പും ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പക്ഷേ കുറച്ചും കൂടെ സ്പെഷ്യലാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലെ ഇത് കാണുമ്പോഴും പിന്നെ സ്റ്റേജിലെ പെർഫോമൻസ് കാണുമ്പോഴും മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾക്കും ഈ പറഞ്ഞ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺസ് ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി അതിന് ഇതുവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് ഞാൻ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ടുഡേ
ഐ എം ഗോയിങ് കോളേജ്. അതിന് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, അതിന് പിന്നിൽ അതിനെക്കാട്ടിൽ എഫേർട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ട് പലരുടെ, ഒരു 100 പേരുടെ, അപ്പം അതിലും കൂടുതലുണ്ട് കേട്ടോ. സോ അതെന്നാ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് ഐ ട്രൈ കവറിങ് മോസ്റ്റ് ഓഫ് ദ തിങ്സ്. ഐ മീൻ പ്രാക്ടീസ് സെഷൻസ്. പിന്നെ ഇന്ന് എനിക്ക് ഇനി കുറച്ച് ജോലി ഉണ്ടെന്ന്. ഇവിടെ തന്നെ താമസിക്കുന്ന ബുദ്ധിമുട്ടേ, തുണിയൊക്കെ നനച്ചിടണം. പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് തായ് വന്ന് വൃത്തിയാക്കും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കും. ഇതിലെല്ലാം ഉപരി കുളിക്കണം. ഓക്കെ, അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് കോളേജിൽ പോട്ടെ. ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം. We are already running out of time. Anyways, 3 o'clock നേരത്തെ കേട്ടോ പറഞ്ഞേ. പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായി. 3 o'clock ആവുന്നതേ ഉള്ളൂ, സമയമുണ്ട്. അപ്പം പോവാം. ഭയങ്കര വെയിൽ. അങ്ങ് എത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ബാക്കിയെല്ലാം കാണിക്കാം. സോ സമയം ഇപ്പോൾ ഒരു 5:15. കുറേ ചിലപ്പൊക്കെ ഉണ്ടാവും. പ്ലീസ് ബെയർ വിത്ത് ഇറ്റ്. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ കേസ്. ഇപ്പോൾ സെൻട്രൽ ബ്ലോക്കിൻ്റെ ഇവിടെ താഴെയാണ്. ഇവിടെ ആക്ച്വലി നമ്മളിപ്പം ഇനഫ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഇനിയിപ്പം അങ്ങ് കാണുന്നത് സ്റ്റേജാണ്. ആ സ്റ്റേജ് കണ്ടോ? ആ സ്റ്റേജ് ഒന്ന് കളിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ ആക്ച്വലി എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മളിപ്പം സ്റ്റേജിലോട്ട് പോവാണ്. സ്റ്റേജ് ഒന്ന് കളിച്ച് നോക്കണം, ഭയങ്കര എൻ്റെ രീതിയിൽ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ റൺ ത്രൂ ഉണ്ടാവും. വേറെ ഡാൻസ്, മെയിൻ ഡാൻസ്, അതിൻ്റെ പീസൊക്കെ ഉണ്ട്. ആ പീസിൻ്റെ കൂടെ എന്താ നമ്മളുടെ ഈ ഒരു പെർഫോമൻസസും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് റൺ ത്രൂ ഉണ്ടാവും. രാത്രി ആവുമായിരിക്കും, അത് പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് അവിടെ പോയിട്ട് കാണിക്കാം. बोलो। हाँ, वो मेरी है। ദേഹം വേർത്തു, അങ്ങനെ വല്ലതും കുടിക്കാന്ന് വെച്ചിട്ട് വന്നതാണ്. കോഫി. ഞാൻ ഇനി ക്യാമറ അവിടെ വെച്ചിട്ട് ഇവരുടെ അടുത്ത് കുറച്ച് സംസാരിക്കാം. ഡാൻസ് ഷീ ഈസ് ദ ഹെഡ് ഓഫ് സം കമ്മിറ്റി. റെക്കോർഡ്സ് നോ. ഐ നോ. ഇതാണ് ഞാൻ പറഞ്ഞ ദേഹം വേർത്തുന്ന്. ബട്ട് എനിവേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിൽക്കുവാണ്. ഐഡിയലി പറഞ്ഞ അതാണ്ട് വരുന്നുണ്ട്. കൾച്ചറൽ സെക്രട്ടറി. 2 more days to go. ഫോർ നൃത്ത ഡാൻസിനായിട്ട് എന്തെങ്കിലും പറയണ്ടോ? കുറിച്ച് ഞാൻ അടുത്തെടുക്കാം. എടാ, ഇതിന് വലിയ ടേസ്റ്റ് ഇല്ല. മദ്രാസ് കോഫിക്കാണ് ടേസ്റ്റ്. ആണല്ലേ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇവരൊക്കെ എത്ര ഡാൻസ് കളിച്ചാലും വേർക്കത്തില്ല. ഞാൻ നല്ല വേർത്തിട്ട് ഇപ്പൊ വേർപ്പില്ലാണ്ടേ, വേർപ്പ് പോയി. വേർക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യമായിട്ടല്ലേ വേർത്തുന്നോ വേർക്കത്തോന്നു. ഇനി വെള്ളമായിട്ട് വരുന്നില്ല, അതാണ് ദേഹത്തൊക്കെ അഴുക്കായി. ഓക്കെ, സോ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഒരു പാട്ട് പാടട്ടെ. ഇത്ര ഡാൻസ് കളിച്ചെന്നെ ഭാരം ഇളക്കി വെക്കട്ടെ. അല്ലേ പൂജ? ഇങ്ങനെ വാ. മെയിൻ ഡാൻസർ ആട്ടോ, ഫ്രണ്ട് റോയിലാണ് ഡാൻസ് കളിക്കുന്നത്.
സോ യെസ് ഐ എം. പക്ഷേ ഈ കാര്യം എനിക്ക് പറയാനുണ്ട്. മെറിൻ്റെ ഒരു ഹെർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡൂയിങ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. സിംഗിങ് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഡാൻസിങ്. അവൾ കയറാത്ത ഒരു ലൈക്ക് ആക്ടിവിറ്റി ഇല്ല. സോ ഐ എം റിയലി ഫുൾ സപ്പോർട്ട് ഓഫ് മെറിൻ. ഇവരുടെയൊക്കെ എന്താ പറയുന്നത് ആവേശം കണ്ടിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കാൻ വന്നത്. ടു ബി വെരി ഓണസ്റ്റ്, നമ്മള് എല്ലാം ചെയ്യണമല്ലോ അല്ലേ? യെസ് എല്ലാം പാട്ട് പാടാൻ വരട്ടെ നമ്മുടെ കൂടെ. യെസ്, ഞാൻ പാട്ട് പാടാം. അവിടെ മലയാളം പാട്ട് വരെ പഠിച്ചത്. ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത ജോണർ ഇസ് സിംഗിങ്. ഇനി സോ സിംഗിങ്ങിലോട്ട് ഞാൻ ഇറങ്ങുക. സെറ്റാക്കല്ലേ മെറിൻ? യെസ്, ആൻഡ് സോ ദിസ് വീഡിയോ ഈസ് ഓൾസോ ഗോയിങ് ടു എൻഡ് ഹിയർ. നിങ്ങൾ നൃത്തം കാണണം. നൃത്തയുടെ വീഡിയോ, സ്പെഷ്യൽ വീഡിയോ ആ ദിവസം വരുന്നതായിരിക്കും ഓൺ 20th April at 6 PM ലൈവ് സ്ട്രീം ആവുന്നുണ്ട് യൂട്യൂബില്. യു ക്യാൻ And my സെർച്ച്. vlog is also coming. യെസ്, ആൻഡ് ആ വ്ലോഗിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൻഡ് ഓൾസോ hit the bell icon for tiny updates. Okay, bye.